ഹലോ നമസ്കാരം. ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സെറീൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കറ്റാർ വാഴയുടെ ഗുണദോഷങ്ങളെ കുറിച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കാം. കറ്റാർ വാഴയ്ക്ക് ഒരുപാട് പേരുകളുണ്ട്. സ്വർഗത്തിൽ നിന്നുള്ള സസ്യം, അതുപോലെ തന്നെ പ്ലാന്റ് ഓഫ് ഇമ്മോർട്ടാലിറ്റി, അതുപോലെ തന്നെ അത്ഭുത സസ്യം, അങ്ങനെ തുടങ്ങി ഒരുപാട് ഒട്ടനവധി പേരുകൾ കറ്റാർ വാഴയെ കുറിച്ച് പറയാറുണ്ട്. ഈജിപ്തില് ഈ സസ്യത്തിനെ പ്ലാന്റ് ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്നാണ് പറയുന്നത്. അതായത് മരണത്തിനെ തടയുന്ന സസ്യം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അത്രയധികം ഗുണങ്ങൾ കൊണ്ട് ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു സസ്യമാണ് കറ്റാർ വാഴ. കറ്റാർ വാഴയെ നമ്മൾ അലോവേര എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അപ്പൊ കറ്റാർ വാഴയുടെ ഗുണങ്ങളുടെ പ്രാധാന്യം കൊണ്ട് തന്നെയാണ് ഇതിന് ഇത്തരത്തില് നെയിമുകൾ, ഇതിന് പലതരം പേരുകൾ വന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഗുണങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന് തീർച്ചയായിട്ടും ദോഷവശങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഗുണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സസ്യമായിട്ടാണ് ഇതിനെ പറയപ്പെടുന്നത്. അതുപോലെ ഖുറാനില് സ്കിൻ ഡിസീസിന് വളരെ പ്രാധാന്യമുള്ള ഒരു മരുന്നിന്റെ രൂപത്തിൽ നമുക്ക് ഈ സസ്യമായിട്ട് ഉപയോഗിക്കാം എന്ന് വരെ പറയുന്നുണ്ട്. അത്രയ്ക്ക് പ്രാധാന്യം ഇതിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുഖക്കുരു, അതുപോലെ മുഖക്കുരു വന്നിട്ടുള്ള സ്കാറുകള്, അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻസ്, പിന്നെ അതുപോലെ തന്നെ സ്കിന്ന് വളരെയധികം ഡ്രൈ ആകുന്ന അവസ്ഥയിൽ സ്കിന്നൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാനായിട്ട്, പിന്നെ അതുപോലെ തന്നെ ലിപ്സ് ഡ്രൈ ആകുമ്പോൾ ലിപ്സിൽ അപ്ലൈ ചെയ്യാൻ, അതുപോലെ കണ്ണിൽ നമുക്ക് വരൾച്ച ഉണ്ടെങ്കിൽ വരൾച്ച നമുക്ക് മാറ്റിയെടുക്കാനായിട്ട്, അതുപോലെ തന്നെ നമുക്ക് ചെറിയ സൺബേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ ചെറുതായിട്ട് നമ്മുടെ കയ്യിലോ നമ്മൾക്ക് എക്സ്പോഷർഡ് ആയിട്ടുള്ള ഏരിയാസിൽ പൊള്ളലുകളുണ്ട്, ചെറിയ ചെറിയ പൊള്ളലുകളൊക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അലോവേര ജെല്ല് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് കുറഞ്ഞു കിട്ടുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്കിൻ ഡിസീസുകളായിട്ടുള്ള സോറിയാസിസ്, എക്സീമ, ഡെർമറ്റൈറ്റിസ് പോലത്തെ രോഗങ്ങളിൽ ഇത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ മലബന്ധം പോലത്തെ പ്രശ്നങ്ങൾ, അതുപോലെ പ്രഷർ കുറയ്ക്കാനായിട്ട് നമുക്ക് അലോവേര ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കൊളസ്ട്രോള്, ഷുഗർ ഒക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇനി ഇതിനെ നമ്മുടെ ഘടകങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ അലോവേര ജെല്ല് നമുക്ക് തീർച്ചയായിട്ടും കാണുമ്പോൾ തന്നെ അറിയാം അതിലൊരു 98.5% കൂടുതലും അതിൽ വെള്ളമാണ് അടങ്ങിയിരിക്കുന്നത്. 98.5% വെള്ളമാണ് അടങ്ങിയിരിക്കുന്നത്. പിന്നെ അതിൽ ഫൈറ്റോ ന്യൂട്രിയൻസ് ഉണ്ട്, വൈറ്റമിൻസ് എ, ഇ, പിന്നെ അതുപോലെ സി, അത്തരം എല്ലാ തരത്തിലുള്ള വൈറ്റമിൻസും, ഒരുവിധം എല്ലാ വൈറ്റമിൻസും അതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മിനറൽസ് നന്നായിട്ട് അടങ്ങിയിരിക്കുന്നു. ഇത്തരം ഘടകങ്ങളെ കൊണ്ട് സമ്പൂർണമാണ് നമ്മുടെ ഈ ഒരു അലോവേര. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ചിന്തിക്കുന്നത് ഇത് പുറമെ അപ്ലൈ ചെയ്യുന്നത് പോലെ ഉള്ളിലേക്ക് കഴിക്കാനും വളരെ നന്നായിരിക്കും എന്നാണ്. ഒരുപാട് ആൾക്കാര് ഉള്ളിലേക്ക് കഴിക്കുന്നതായിട്ട് കാണാറുണ്ട്. വരട്ടെ, ഞാൻ അതിന്റെ ദോഷവശങ്ങളിലേക്ക് കൂടി പറയാം. അപ്പൊ നമ്മളിത് ഡെയിലി കഴിക്കാനായിട്ട് പലപ്പോഴും എടുക്കാം, കാരണം ഇത്രയും ന്യൂട്രിയൻസ് ഉള്ളതല്ലേ, നമ്മുടെ ശരീരത്തിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഗുണം ചെയ്യില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകും. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് വണ്ണം കുറയ്ക്കുന്നതും കൂടിയാണ്. അപ്പോ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു, വണ്ണം കുറയ്ക്കുന്നു, ഷുഗർ കുറയ്ക്കുന്നു, മലബന്ധം കുറയ്ക്കുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാം എന്നൊരു ചിന്ത നമ്മുടെ എല്ലാവരുടെ മനസ്സിലും വരും, നമ്മൾ ഉപയോഗിക്കുന്നവരും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, കറ്റാർ വാഴയുടെ pH എന്ന് പറയുന്നത് 4.4 ആണ്. അപ്പൊ ഇത് വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന് ഒരു അസിഡിക് നേച്ചർ ഇതിന് വളരെ അധികമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പല അസുഖങ്ങളും, ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ, വയറ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ലിവർ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ വെയിൻസിനൊക്കെ ബുദ്ധിമുട്ട്, ഇൻഫ്ലമേഷൻ, അങ്ങനത്തെ പ്രശ്നങ്ങൾ, അതായത് അസിഡിറ്റി ഉണ്ടാവും, ഹെപ്പറ്റൈറ്റിസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, വാസ്കുലൈറ്റിസ് എന്നൊരു ഇഷ്യൂസ് ഉണ്ടാവും. വാസ്കുലൈറ്റിസ് എന്ന് പറയുന്നത് വെസൽസിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇത് അളവ് കൂടി ഉപയോഗിച്ചിട്ട് പല ചെറിയ ജീവികളിലൊക്കെ ക്യാൻസർ സാധ്യത വരെ ഉണ്ടായതായിട്ട് പറയപ്പെടുന്നുണ്ട്, പഠനത്തിൽ പറയപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മനുഷ്യന്മാർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ശരിക്കും അളവ് നമുക്ക് കൃത്യമായിട്ട് ഇന്ന അളവ് കഴിക്കാനേ പാടുള്ളൂ എന്നുള്ളൊരു അളവ് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് ഉള്ളിലേക്ക് കഴിക്കുന്നത് നമ്മൾ വളരെ സൂക്ഷിച്ച് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാനായിട്ട് പാടുള്ളൂ. ടോപ്പിക്കൽ അപ്ലിക്കേഷന് വേണ്ടി, അതായത് പുറമേ നമുക്ക് ഒരു ക്രീം പോലെ യൂസ് ചെയ്യാനൊക്കെ നമുക്കിത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം, വളരെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാം, വളരെ നല്ലതാണ് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാനും വളരെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ആയുർവേദത്തിലൊക്കെ നമുക്ക് ഇത് വച്ചിട്ടുള്ള ഒരുപാട് ഔഷധങ്ങളുണ്ട്.
ഓക്കെ, ഇപ്പൊ കുമാരി ആസവം എന്നൊക്കെ പറയുന്ന ഔഷധങ്ങൾ നമ്മൾ അലോവേരയാണ് അതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത്. ആ രീതിയിൽ നമ്മൾ ഒരുപാട് മരുന്നുകളിൽ നമ്മൾ അലോവേര ചേർക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരുപാട് ഇപ്പോ ക്രീമുകളായിട്ടും ജെല്ലുകളായിട്ടും ഒക്കെ വളരെ വിപണിയിൽ വളരെ സുപരിചിതമായിട്ട് വരുന്നുണ്ട്. എപ്പോഴും നമ്മൾ അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ജെല്ല് യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നതും കൂടിയാണ് കേട്ടോ ടോപ്പിക്കൽ അപ്ലിക്കേഷനിൽ. അപ്പോ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ ഇത് ദോഷവശങ്ങളുണ്ട്. ഉള്ളിലേക്ക് കഴിക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക. അല്ലെങ്കിൽ അസിഡിറ്റി, ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ, ലിവർ സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഓർമ്മയിലിരിക്കണം. ആരും ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് വരട്ടെ, ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, അതുപോലെ മറ്റുള്ള ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ.